അലി മദനി സാഹിബ് അവിടെ വന്നിട്ട് പറഞ്ഞെന്താ വെച്ചാൽ കണ്ണേറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംഗതികൾ നമ്മളവിടെ പറഞ്ഞിരുന്നു. സൂറത്ത് യൂസുഫിൻ്റെ വിശദീകരണത്തിൽ അലി മദനി സാഹിബ് കട്ടുവാഴ്ച നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം നമ്മോട് ചോദ്യം എന്താ വെച്ചാൽ ഇതാണ് സൂറത്ത് ഖലമിൻ്റെ 68 സൂറത്ത് ഖലമിൻ്റെ 51-ാമത്തെ ആയത്ത് നിങ്ങൾക്കിവിടെ വായിച്ചു കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ? എന്തായാലും അതിന് അമാനി മൗലവി എഴുതിയത് ഏത് നട്ടപ്പാതിര നേരത്തെ നട്ടുച്ച നേരത്തെ ഞങ്ങൾക്ക് വായിക്കാൻ ഒരു പേടിയില്ല. കാരണം ഞങ്ങൾ അമാനി മൗലവിൻ്റെ ആദർശത്തിലാണുള്ളത്. നിങ്ങളത് തെറ്റിപ്പോയി. ഇങ്ങക്കാണ് പലതും കട്ട് വായിക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ഞാൻ കട്ട് കേൾവിയുടേത് നിങ്ങൾ കട്ട് വായിച്ചത് ഇൻഷാ അല്ലാഹ് അവിടെ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ കട്ട് വായിക്കേണ്ട ആവശ്യം ഉണ്ടാകുക. അമാനി മൗലവി എഴുതിയത് പ്രമാണബദ്ധമായിക്കൊണ്ട് എഴുതിയത് ഒന്നും വായിക്കാൻ ഞങ്ങൾക്ക് എത്രയും പറഞ്ഞോളി, ഞങ്ങൾ സമയമുണ്ടേ വായിക്കും. അമാനി തഫ്സീർ മുഴുവൻ വായിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ പറ്റൂല. കാരണം ഇവിടെ കണ്ണത്തിന് സമയം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു സമയമില്ല. അതുകൊണ്ട് കൃത്യമായിക്കോട്ടെ. അലി മദനി കേട്ടോ. വയക്കാദുല്ലദീന കഫറൂ ലയുസിലഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ ദിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. അർത്ഥം കേട്ടോ. അവിശ്വസ്യവർ ഉത്ബോധനം ഖുർആൻ കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് അവർ വഴുക്കി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു. അവർ പറയുകയും ചെയ്യുന്നു നിശ്ചയമായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്ന്. ഇനി അമാനുവിൻ്റെ തഫ്സീർ കേട്ടോ. ഖുർആൻ കേൾക്കുമ്പോൾ അവിശ്വാസികൾ ഉണ്ടാകുന്ന വെറുപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കാഠിന്യമാണ് അള്ളാഹു വചനത്തിൽ എടുത്തു കാണിക്കുന്നത്. കഠിന കോപത്തോടുകൂടി അവർ തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിൻ്റെ ഗൗരവം നിമിത്തം തിരുമേനി സ്തംഭിച്ച് കാൽ വഴുതി അടിതെറ്റി വീണുപോയേക്കും. എന്താ മനിമലി പറഞ്ഞ്? ആ നോട്ടത്തിൻ്റെ ശക്തി കൊണ്ട് റസൂലുള്ള കാല് തെറ്റിപ്പോകുന്നു. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് വിശദീകരണം പറയാം. അഥവാ അത്രയും കടുത്തതായിരിക്കും അത്. ന്യായം കൊണ്ടും തെളിവ് കൊണ്ടും മറുക്കുവാൻ കഴിയാത്ത അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് തൃപ്തിയാടുകയും ചെയ്യുന്നു. അവർ സ്വീകരിക്കുന്നില്ലെന്ന് വെച്ച് ഖുർആന്റെ പ്രബോധനം നിർത്തിവെക്കേണ്ടതില്ല, നിർത്തിവെക്കാൻ നിവൃത്തിയുമില്ല. കാരണം അത് അവരെ മാത്രം ഉദ്ദേശിച്ചില്ല, ലോകരെയെല്ലാം പൊതുവിൽ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്. ഇപ്പം ഇതിൽ പറഞ്ഞെന്താ വെച്ചാൽ ഇതിലെവിടെ കണ്ണേറുന്ന ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഇതിൽ കണ്ണേറ് എന്ന് അമാനി മൗലവി വ്യക്തമായി പറഞ്ഞിട്ടില്ല. ശരിയാണ്, ഞങ്ങളും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിൽ അമാനി മൗലവി വ്യക്തമായി പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നു, കഠിന കോപത്തോടുകൂടി അവർ നബി തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ ആ നോട്ടം കണ്ടിട്ട് റസൂലുള്ള കാല് തെറ്റി വീകുന്നു. ശത്രുക്കളെ നോക്കുമ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല് തെറ്റി വീഴാൻ റസൂലിൻ്റെ അത്ര ഭീരുവാണോ? അത് നിങ്ങളെ മറുപടി അറിയണ്ടേ? ശത്രുക്കളുടെ നോട്ടം കാണുമ്പോഴേക്കും റസൂല കാല് തെറ്റി മുട്ടിപറിച്ച് റസൂല വികാൻ മാത്രം അത്ര ഭയപ്പാടുള്ള ആളാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾ മറുപടി പറയണം. എന്നാൽ അലി മദനി സാഹിബെ ശരിക്കും ശ്രദ്ധിച്ചോളി. എൻ്റെ അടുത്ത ചോദ്യം എന്താ അറിയോ? ഈ ആയത്തിൻ്റെ തഫ്സീർ നിങ്ങൾ ഇബ്നു കസീറിൽ നിന്ന് വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിന്റെ തഫ്സീർ വായിച്ചിട്ട് ഈ പരപ്പനങ്ങാടിക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതാണ് എൻ്റെ 20ാമത്തെ ചോദ്യം. 20ാമത്തെ ചോദ്യം എന്താണ്? നിങ്ങൾ പറഞ്ഞല്ലോ സൂറത്ത് ഖലമിൻ്റെ 51 വായിക്കാൻ ഞങ്ങൾ വായിച്ചു കഴിഞ്ഞു. ആ വായിച്ചു കഴിഞ്ഞതിൻ്റെ അതേ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ആ വാചകം വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്? എന്താ ഇബ്നു കസീർ പറഞ്ഞത്? വഫീ ഹാദിഹിൽ ആയത്തി ദലീലുൻ അലാ അന്നൽ ഐന ഇസാബത്തുഹാ വതഅ്സീറു ഹഖ്ഖുൻ ബിഅംരില്ലാഹ് കമാ വറദത് ബിദാലിക അൽഹദീസുൽ മർവിയ മിൻ തുർഖി മുതഅദ്ദിദൻ കസീറ. ഒരുപാട് ഹദീസ് സ്ഥിരപ്പെട്ടതുപോലെ കണ്ണേറ് സത്യമാണ് എന്നും ഈ ആയത്ത് കൊണ്ട് തെളിവാകുന്നു എന്ന് ഈ ആയത്തിന് മനസ്സിലാകുന്നു എന്ന് മഹാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്നു.